മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. സ്പിരിറ്റ് ഓഫ് കേരള യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ഈ പരിപാടിയിൽ പതിവ് പോലെ സാംസ്കാരിക രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാകാരനെയാണ് ഇന്ന് ഞാൻ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഭവനമാണ്. അദ്ദേഹത്തിൻ്റെ ആ കലാപ്രവർത്തന രംഗത്തെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുവാൻ, അദ്ദേഹത്തിൽ നിന്നും അറിയുവാൻ ഞാൻ ഈ ഭവനത്തെങ്കിലേക്ക് കയറുകയാണ്. അതിനുശേഷം അദ്ദേഹത്തെ അതിന് മുൻപായി ഒന്ന് വിളിക്കാം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനായി ക്ഷണിക്കുകയാണ്. സലാം അമ്പലപ്പുഴ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ടിരിക്കുന്നു. ജീവിതമൊക്കെ സുഖമായിട്ട് പോകുന്നു. വളരെ മനോഹരമായ രീതിയിൽ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായും. അപ്പോൾ താങ്കളെ കുറിച്ച് പ്രേക്ഷകർക്ക് വളരെ അധികം കാര്യങ്ങൾ അറിയാനുണ്ട്. ഇപ്പോൾ അമ്പലപ്പുഴ നാട്ടിൽ നടത്തുന്ന ഇപ്പൊ ഇന്നലെ തന്നെ ബിരിയാണി ചലഞ്ച് അല്ലേ? അതെ, അത് പാർട്ടിയുടെ ഗർഭത്തിൽ ഉള്ള ഒരു ബിരിയാണി ചലഞ്ച് ഗംഭീരമാക്കി നടത്തി, അടിച്ചു പൊളിച്ചു. അതുപോലെ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? സവാക്ക് പോലുള്ള സംഘടനകളിലും, സവാക്ക് ഓഫ് ഇന്ത്യ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറിയാണ്. അത് ശരി. അത് പുതിയൊരു നല്ല വാർത്തയാണ്. അപ്പോൾ നമുക്ക് താങ്കളെ കുറിച്ച് വിശദമായ കാര്യങ്ങൾ അറിയുവാൻ നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. നമുക്കത് അകത്തിരുന്ന് സംസാരിക്കാം. തീർച്ചയായും. ഓക്കെ. ഇതാണ് സലാം അമ്പലപ്പുഴ. കുഞ്ഞുമോൻ എന്നൊരു ഓമന പേരിൽ നാട്ടുകാർ വിളിക്കാറുണ്ട്. സാംസ്കാരിക രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തന്നാലാവും വിധം ജനസേവനങ്ങൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കലാകാരനും സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ് കുഞ്ഞുമോൻ എന്ന സലാം അമ്പലപ്പുഴ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സ്പിരിറ്റ് ഓഫ് കേരള 24 ചാനൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെതായ ആ പ്രവർത്തന മേഖലകളെക്കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം. സലാം, പിന്നെ ഈ സാംസ്കാരിക രംഗങ്ങളിൽ ഇന്ന് ഇവിടെ അറിയപ്പെടുന്നൊരു വ്യക്തിയായി മാറിയിരിക്കുകയാണല്ലേ? അതെ. അതിൽ വളരെയേറെ സന്തോഷവാനാവാം. വളരെയേറെ സന്തോഷം. കാരണം ഇത് ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നത് കാണാറുണ്ട്. ഇപ്പൊ തന്നെ ഈ അടുത്ത തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിരിയാണി ചലഞ്ചിന്റെ കാര്യം ആരെയോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കടകൾ തോറും കയറി ഇറങ്ങി നോട്ടീസുമായിട്ട് പോകുന്നൊരു കാഴ്ച കണ്ടു. അത് ആരെ സഹായിക്കാനായിരുന്നു? സുഖമില്ലാതെ കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് പാർട്ടി ഏറ്റെടുത്തു. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി കൂടിയാണ്. അങ്ങനെ ആ പാർട്ടി ഏറ്റെടുത്തു അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമ്പലപ്പുഴയുടെ മണ്ഡലം കമ്മിറ്റി അംഗവും LC സെക്രട്ടറിയുമാണ് ഞാൻ. രാഷ്ട്രീയം ഇവിടെ പറയാൻ പാടില്ല, എങ്കിലും അങ്ങയുടെ ചോദ്യത്തിന് മറുപടി എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അല്ല, താൻ വിശ്വസിക്കുന്ന പാർട്ടി ഒരു ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിച്ചു, അത് ഭംഗിയായി നിർവഹിക്കുക എന്ന ദൗത്യവുമായി ഇറങ്ങിത്തിരിച്ചു. അത് ഭംഗിയായി നിർവഹിച്ചു. വൻ വിജയമായിരുന്നു. അത് ശരി. അപ്പോൾ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ ഇത് ജീവകാരുണ്യ പ്രവർത്തനത്തിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായും അല്ലെ അദ്ദേഹം വിശ്വസിക്കുന്ന സംഘടനയുടെ നിർദ്ദേശപ്രകാരവും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ ഈ കലാരംഗത്തേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? കലാരംഗത്തേക്ക് ഞാൻ കടന്നു വന്നത് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കലാരംഗത്ത് വന്നു. പ്രധാനമായും തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ സ്കൂളിൽ നിന്ന് ഉദയനൻ്റെ മകൻ എന്ന സിനിമ കാണാൻ 10 പൈസ ടിക്കറ്റാണ്. അന്ന് 10 പൈസ ടിക്കറ്റാണ്. 10 പൈസ സ്കൂളിൽ കൊണ്ട് കൊടുത്താൽ ഒരു സിനിമ കാണാം. ഞാൻ അതിനു മുമ്പ് സിനിമ കണ്ടിട്ടേയില്ല. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ 10 പൈസയും കൊണ്ട് സ്കൂളിൽ ചെന്ന് 10 പൈസയ്ക്ക് ഞങ്ങൾ പോയി സിനിമ കണ്ടു. കൂട്ടത്തോടെ പോയി സാറുമാർ നയിച്ചു. അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നാ വന്നത്. പോയി സിനിമ കണ്ടു. ഉദയനൻ്റെ മകൻ എന്ന സിനിമയാണ് ഞാൻ ആദ്യമായി കാണുന്നത്. അതിനകത്തെ പ്രധാന കഥാപാത്രമായ സത്യൻ, പ്രേംനസീർ, ഉമ്മർ, അങ്ങനെ തുടങ്ങുന്ന നല്ല നല്ല കഥ ആദ്യമായി കാണുന്ന ഞാൻ അങ്ങനെയാണ് കാണുന്നത്.
അത് വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്ന ഒരു ചിത്രമാണ്. അതെ, ഉദയയുടെ ഉദയനന്റെ മകൻ, സത്യൻ, രാഗിണി, വിജയശ്രീ തുടങ്ങിയ അടൂർ ഫാസി, ആലുമൂടൻ, കെ പി ഉമ്മർ, ഗോവിന്ദൻകുട്ടി, ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി പ്രഗത്ഭരായ ആ പഴയ നടന്മാർ അണിനിരന്നൊരു സിനിമ കൂടിയായി. വളരെയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, നമ്മൾ ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്ന കാണുന്ന വാൾപ്പയറ്റ്, ഗുസ്തി, ഇതെല്ലാം കൊണ്ട് നല്ല മനോഹരമായ ഗാനങ്ങൾ. ഏതാണ്? കള്ളിപ്പാലകൾ പൂത്തു കാടൊരു ഇങ്ങനെ തുടങ്ങുന്ന ഒരു ഗാനം അതിനകത്ത് ഇന്നും ആലോചിച്ചാൽ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു പാട്ടാണ്. ആ ഒരു പാട്ട് മാത്രമല്ല, ഒരുപാട് പാട്ടുകളും. എതിളീവനങ്ങൾ കരികിലല്ലോ കടത്തനാടൻ കളരി, കടത്തനാടൻ കളരി, കളരി മുറ്റം വരെ പോയി വരാമോ, കളരി മുറ്റം വരെ പോയി വരാമോ, കടമൊഴിയേ കിളിയേ, കടമൊഴിയേ കിളിയേ. അത് പാടി അഭിനയിച്ചത് അനശ്വരയായ വിജയശ്രീയാണ്. ആ പാട്ട് പാടി നൃത്തം ചെയ്ത് അഭിനയിച്ചത്. അപ്പോൾ ആ സിനിമ എന്തുകൊണ്ടും ഈ കല മനസ്സിലുള്ള അല്ലെ ഒരു സിനിമ ആസ്വാദകന്റെ മനസ്സിൽ തട്ടാതിരിക്കില്ല. അതുകൊണ്ടാണ് താങ്കൾക്ക് ഇതുപോലെ ഇവരെ പോലെ എനിക്കുമാകണം എന്നൊരു തോന്നലുണ്ട്, അതല്ലേ? തീർച്ചയായും അവരെ പോലെ ആകണമെന്നുള്ള അത്രയ്ക്കൊന്നും പറഞ്ഞില്ല ഞാൻ അന്ന്. എങ്കിലും കുഞ്ഞാണ്, മനസ്സിൽ കലയോട് ഒരു തുടക്കം കുറിച്ചത് അവിടെയാണ്. ഇതുപോലെ നസീറിനെ പോലെ അല്ലെങ്കിൽ സത്യനെ പോലെ എനിക്ക് വേദിയിലെങ്കിലും കയറി നിൽക്കണം. ഞാൻ അക്കാലത്ത് ഞാൻ പല പിള്ളേരുടെയും പുറകിൽ നസീറായി അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വഴിയിൽ നടക്കുമ്പോഴും എനിക്ക് അഭിനയം വരും. ഞാൻ കുട്ടികളുടെ പുറകിൽ പാട്ടും പാടി നസീറിനെ എടുത്ത് കാണിക്കുമായിരുന്നു. അങ്ങോട്ട് ചെറുപ്പം. അത് കഴിഞ്ഞാണ് വളർന്ന് പിന്നെ കഥ എഴുത്തുണ്ടായിരുന്നു. എനിക്ക് കഥ എഴുതുന്ന എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്നെ ഒരുപാട് സഹായിച്ചത് അമ്പലപ്പുഴയിൽ അനിൽകുമാർ, ഇന്ന് ചമ്പക്കാട്ടിലറിയോ അനിൽകുമാർ? ചമ്പക്കാടൻ മോഹൻ ചേട്ടൻ്റെ അനന്തരവൻ അനിൽകുമാറാണ്. എനിക്ക് കയ്യക്ഷരമൊക്കെ വളരെ മോശമാണ്, അക്ഷരത്തെറ്റുകളും വരും, എഴുതുമ്പോൾ അക്ഷരത്തെറ്റുകളും വരും. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് അനിൽകുമാറാണ്. ഇന്ന് അനിൽ ഓട്ടോ ഓടുകയാണ്, കച്ചേരി മുതലുണ്ട്. അതുപോലെ നാടകരംഗത്തേക്ക് എന്നെ ഒരുപാട് സഹായിച്ചത് അനിലാണ്. അനിൽ സഹായിച്ചതെന്ന് വെച്ചാൽ ഡ്രസ്സ്, എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് തരുന്ന അനിലായിരുന്നു. പാൻറ്റും ഷർട്ടും ഒക്കെ കറക്റ്റായിട്ട് അവൻ, ഞങ്ങൾ രണ്ടുപേർക്കും അവൻ്റെ ഷർട്ട് എനിക്ക് എല്ലാം ചേരും. അങ്ങനെ അല്ലാണ് തുടക്കം, നാടകരംഗത്തേക്ക് എനിക്ക് തുടക്കം കുറിച്ച് എന്നെ സഹായിച്ചിട്ടുള്ള അനിലാണ്. അല്ല, ഇപ്പൊ അനിലിനെ കുറിച്ച് ഇവിടെ ഇപ്പൊ പറയാതിരിക്കാൻ പറ്റില്ല. അനിലും നല്ലൊരു ഗായകൻ കൂടിയാണ്. അതെ, അതെന്താണെന്ന് വെച്ചാൽ മക്കള് ഇദ്ദേഹം, ഞാൻ അറിഞ്ഞത് എൻ്റെ വടക്ക് മേഖലയിലെ എവിടെ ഒരു ഇദ്ദേഹത്തിന്റെ കുടുംബസംഗമം എന്തോ ആയിരുന്നു. കുടുംബസംഗമമാണോ പിന്നെ അയൽക്കൂട്ട സംഗമമാണോ എന്നറിയില്ല. ഇദ്ദേഹം കയറി പാടി അവിടെ ആൾക്കാരെല്ലാം അതിശയിച്ചിരുന്നു പോയി ഇദ്ദേഹം തന്നെയാണോ പാടുന്നുള്ളത്. കാരണം ഒരു മൂളിപ്പാട്ട് നമ്മൾ നോക്കുമ്പോൾ ഓട്ടോ ഓടിക്കുന്നു, വരുന്നു, പോകുന്നു, കാണുന്നു, സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇങ്ങനൊരു ഗായകൻ അനിലിൻ്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഈ പരിപാടിക്ക് ശേഷമാണ്. അപ്പോൾ ആ താല്പര്യം കൊണ്ടാണ് താങ്കളെ സഹായിക്കാനായി മുന്നോട്ട് ഇറങ്ങി വന്നത്. ഞാനന്ന് പച്ചക്കറി കടയിലാണ്, അമ്പലപ്പുഴ കച്ചേരി മുക്കിൽ എൻ്റെ അമ്മാവൻ്റെ പച്ചക്കറി കട. അപ്പം എന്നെ ഈ ഇടവേളകളിൽ ഏറ്റവും കൂടുതൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എന്നെ സഹായിച്ച ഒരു വ്യക്തിയാണ്. എന്നെ കലാരംഗത്തേക്ക് എന്നെ കൊണ്ടുവരാൻ പ്രധാന കാരണക്കാരൻ കൂടി അനിലാണ്. അനിൽ. അപ്പോൾ ഞാൻ എഴുതിയ കഥകൾ എല്ലാം കറക്റ്റായിട്ട് തിരുത്തി തരും. നാടകം എഴുതി, ഒരു ദിവസം ഒരു നാടകം എഴുതി. നാടകം ഞങ്ങൾ ദിവസങ്ങളോളം എടുത്താണ് നാടകം പൂർത്തീകരിച്ചത്. ആ നാടകവുമായി പലർക്കും വായിക്കാൻ കൊടുത്തു. ആ പലർ വായിക്കാൻ കൊണ്ടുവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. കൂട്ടത്തിൽ നമ്മുടെ കക്കാഴം ഗോപാലിച്ചൻ, കക്കാഴം ഗോപാലി അത് നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം, നല്ല നാടകമാണ്, നല്ലൊരു നാടകം, സൂപ്പറായിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന നല്ലൊരു ലഘു നാടകമാണ്, നമുക്ക് അവതരിപ്പിക്കാൻ നല്ല അവസരം കിട്ടിയാൽ തീർച്ചയായും ഞാനും മുൻപന്തി വരും എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ നാടക ബുക്ക് നമ്മുടെ ഇരട്ടക്കുളങ്ങര ക്ഷേത്രമുണ്ടല്ലോ, ഈ വെളിയിൽക്കാവ് ക്ഷേത്രത്തിൽ ഒരു ദിവസം നോട്ടീസ് കിടക്കുന്നു, എൻ്റെ നാടകം
അവിടെ വരാൻ പോകുന്നു എന്നും പറഞ്ഞ് ഒരു നോട്ടീസ് അടിച്ചില്ല, അതിന് മുമ്പായിട്ടൊരു ഇതുമായിട്ട് വന്നു. പായിക്കുളങ്ങരയുള്ള ഒരു വ്യക്തിയാണ് അതുമായിട്ട് വന്നത്. ഞാൻ ചേട്ടാ ഞാനറിയാതെ നാടകം എഴുതിയതേ ഉള്ളൂ, ഞാനറിയാതെ നാടകം സ്റ്റേജ് വരുന്നു. ചെന്നപ്പോൾ എന്തോ പേരും നാളൊന്നും എൻ്റെതല്ല. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ വരെ എത്തി. അന്ന് മാളികയിലെ കുഞ്ഞത്ത് പോറ്റുമേടം, കുഞ്ഞന്തിക്ക, അതുപോലെ തന്നെ എൻ്റെ കൊച്ചാപ്പ ബഷീർ, ബർക്കത്ത്, മജീദ് പച്ചക്കറി, അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് അത് തിരികെ വാങ്ങിക്കുന്നത്. തിരികെ വാങ്ങിച്ചു എന്നുള്ളത് എന്നെ ഒരുപാട് വേദനിപ്പിച്ചത് അവിടെയാണ്. തിരികെ വാങ്ങിച്ചു കൊണ്ടുപോയത് എൻ്റെ കൊച്ചാപ്പയാണ്, അതായത് ഹോട്ടൽ ബർക്കത്തിലെ ബഷീർ. അദ്ദേഹം സൂക്ഷിച്ചോളാമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. എൻ്റെ നിന്നല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അത് വാങ്ങുന്നത്. വാങ്ങിക്കൊണ്ടുപോയി. പിന്നീട് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അന്ന് തന്നെ അത് വലിയൊരു ചെമ്പിൻ്റെ അടിയിലേക്ക് പോയി. ആ പുസ്തകം, എഴുതിയ ആ ബുക്ക്, അന്ന് മണിയൻ പിള്ള എന്ന് പറയുന്ന ഒരു പാചകക്കാരനാണ് തകഴിയിൽ. അദ്ദേഹം ഓടി വന്നെൻ്റെയൊക്കെ, നിൻ്റെ ബുക്ക്, നീ എഴുതിയ ബുക്ക് എൻ്റെ അടിയിൽ കിടന്ന് കത്തുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഓടി അകത്ത് ചെന്നപ്പോൾ ഇത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. അതാണ് കത്തി തീർന്നു. അതെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദത്തിന് തിരി കൊളുത്തണ്ട എന്നുള്ള ധാരണയിലായിരിക്കാം ഇതിപ്പോൾ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. അത് ഏതൊരു കലാകാരനും സംഭവിക്കാവുന്നതാണ് വേദന എന്ന് പറയുന്നത്. ഇപ്പോൾ താൻ എഴുതിയ, അതായത് എഴുതുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടറിയാവൂ. ചിന്തിക്കണം, ഒരു നാടകം എഴുതുമ്പോൾ അതിനൊരു കഥ കണ്ടെത്തണം, അതിന് കഥാപാത്ര സൃഷ്ടി വേണം, അത് ഏത് രീതിയിൽ മൂവ്മെൻറ്റ് ചെയ്യണം എന്നെല്ലാം എഴുതി വയ്ക്കേണ്ട ആളാണ് നാടകത്തിൽ. അപ്പോൾ അതിന് വളരെയേറെ തല പുകഞ്ഞ് ആലോചിച്ച് ചിലപ്പോൾ ഒരു ഡയലോഗിക്ക് വേണ്ടി ഇങ്ങനെ പ്രതിമ പോലെ നിശ്ചലമായിട്ടിരുന്ന് പോകും, ചിലപ്പോൾ മണിക്കൂറുകളോളം ഇരുന്ന് പോകും. അപ്പോൾ അങ്ങനെ എഴുതിയ ഒരു കൃതി, അത് അന്ന് കക്കാഴൻ ഗോപാലി എന്ന മഹാമനുഷ്യൻ ഈ അമ്പലപ്പുഴയിൽ അറിയപ്പെടുന്നൊരു നാടകൃത്താണ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ കോട്ടയം വിശ്വഭാരതി, അങ്ങനെ ആലപ്പുഴ അശ്വതി എന്നീ സമിതികളൊക്കെ എടുത്ത്, പ്രൊഫഷണൽ സമിതികളാണ് എടുത്ത് ഇങ്ങനെ അഭിനയിച്ച് അദ്ദേഹം ഒരുമാതിരി പച്ചപിടി ഈ രംഗത്ത് കാലെടുത്ത് വെച്ച് വരുന്ന കാലഘട്ടമാണ്. അപ്പോഴങ്ങനെ ആയപ്പോൾ അത് അത്രയേറെ കഷ്ടപ്പെട്ട് തലപുകഞ്ഞ് ചിന്തിച്ച് എഴുതിയ ഒരു സാധനം കത്തുമ്പോൾ ഞാനായ താങ്കൾക്ക് മാത്രമല്ല എനിക്കാണ്, ഞാനാണ് ആത്മഹത്യ ചെയ്തത്. എനിക്ക് ഒരിക്കൽ അത് എൻ്റെ ആദ്യ കഥയാണ്. കലാരംഗത്തേക്ക് വരുവാൻ സാഹചര്യം ഒരുങ്ങിയത് എങ്ങനെയാണ്? നാടകരംഗത്തേക്ക് വരാനുള്ള പ്രധാന കാരണം, അമ്പലപ്പുഴയിൽ ഒരു അമർച്ചർ നാടകം അഭിനയിക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ചു. അന്വേഷിച്ചപ്പോൾ കൊച്ചിൻ ശിവാനന്ദൻ സംവിധാനം ചെയ്യുന്നു, കന്നിയൽ സുകുമാരൻ ചേട്ടൻ എഴുതിയ ഒരു ചെറിയ കഥ, അതിലെ ഒരു വേഷം ചെയ്യാൻ വേണ്ടിയാണ് എന്നെ ക്ഷണിച്ചത്. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു, അതിലഭിനയിച്ചു. ആ നാടകം പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെയായി ചേർന്നുകൊണ്ട് പലയിടത്തും അത് കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പല സ്കൂളുകളും അത് ഏറ്റെടുത്തു. ആ സ്കൂളുകളിലെല്ലാം ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചുകൊണ്ടാണ് ആ നാടകം അവസാനിച്ചത്. ഈ പറഞ്ഞ കന്നിയൽ സുകുമാരൻ എന്ന വ്യക്തി എൻ്റെ ഓർമ്മയായ കാലം തൊട്ട് ഇതുപോലെ നാടകരംഗത്ത് അഭിനയിക്കുകയും ഇത് കുട്ടികൾക്ക് നാടകം എഴുതി കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹം എഴുതിയൊരു നാടകമാണ് നിങ്ങൾക്ക് പോകാം. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നത്, ഇവിടെ ജയപ്രകാശ് വടക്കേ വീട്, അദ്ദേഹം അതിനകത്തൊരു പെൺവേഷത്തിലാണ് അഭിനയിച്ചത് എന്നുകൂടെ പ്രേക്ഷകരൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോഴങ്ങനെ അവിടെ മുതലാണ് അഭിനയത്തിൻ്റെ തുടക്കം. പിന്നെ സ്കൂളിലേക്ക് വന്നു. പിന്നെ മറ്റുള്ള സമിതികളൊക്കെ വിളിക്കാൻ തുടങ്ങിയോ? ഒരു രസമായാണ് നാടകരംഗത്തേക്ക് വരാൻ കാരണം. അന്ന് ചെറിയൊരു ആ ദുഃഖം തീർക്കാൻ, എൻ്റെ നാടകം നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം തീർക്കാൻ വീണ്ടും ഞാൻ ചെറിയ നാടകങ്ങൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ കൂട്ടുകാരുമായി ഒത്തുചേർന്നുകൊണ്ട് ഓണനാളുകളിൽ, അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ചില ലഘു നാടകങ്ങളൊക്കെ ഞങ്ങൾ കൂട്ടത്തോടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തമായിട്ട് എഴുതി. ഇന്ന് ഞാനൊരു വലിയ കഥ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് വ്യക്തമായി പുറത്തു വിട്ടിട്ടില്ല. അതൊരു സിനിമ ആക്കണമെന്നാണ് ആഗ്രഹം. സാഹചര്യമുണ്ട്, തീർച്ചയായും ഉണ്ട്. അത് പൂർത്തീകരിച്ചിട്ടില്ല. ഇല്ല, അത് എഴുതിക്കൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ, പൂർത്തീകരിച്ചിട്ടില്ല. തീർച്ചയായും അത് ഭാവിയിൽ നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി കളമൊരുക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം.
താങ്കളുടെ ആ വിശ്വാസം എന്തായാലും താങ്കളെ രക്ഷിക്കട്ടെ. Thank you. ഒരു വിശ്വാസവും മനോധൈര്യവും പിന്നെ വേണം ഒരു കലാകാരൻ മുന്നോട്ട് നയിക്കാൻ. അതിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ആദ്യം തന്നെ മനസ്സിലെ നെഞ്ചിൽ കത്തിക്കുത്തേറ്റ മാതിരിയല്ലേ ഈ ആദ്യം എഴുതിയ കഥ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ അങ്ങനെ ആ ഒരു വിഷമം ഒരുപാട് കലാകാരന്മാർക്ക് ഉണ്ടാകും. അപ്പം അത് മാത്രം താങ്കൾക്കും അതുപോലെ സംഭവിച്ചു. പക്ഷേ അതിൻ്റെ ഒരു പ്രതികാരം പോലെ എടുത്തു. അങ്ങനൊന്നുമില്ല, പ്രതികാരമായിട്ടില്ല. പക്ഷെ ഒരുപാട് പിന്നീട് കലയോട് കൂടുതൽ ഇഷ്ടം തോന്നി. പിന്നീട് നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങി. മുഹമ്മദ് ബി പുറക്കാടിൻ്റെ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ആലപ്പി സൂര്യക്ഷേത്ര എന്ന പേരിൽ ഈ കഴിഞ്ഞ 5-6 വർഷമായി 3-4 നാടകം, അതേ പേരിൽ സൂര്യക്ഷേത്ര പേരിൽ 3-4 നാടകങ്ങൾ കളിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരുപാട് സ്റ്റേജുകൾ അല്ല അതെ അത് കറക്റ്റാണ്. അത് പിന്നെ ഇതുപോലൊരു അമച്ചൂർ നാടകം കളിക്കാനായിട്ടിരുന്നപ്പോൾ വാപ്പായ്ക്ക് അസുഖം വരികയും ആരോഗ്യണ്ടിൽ നിന്ന് പൂട്ടിയിട്ടൊരു സംഭവമുണ്ട്. അമർച്ച നാടകമല്ലായിരുന്നു. പായ്ക്കുളങ്ങര ക്ഷേത്രത്തിൽ 10,000 കൂടുന്ന ക്ഷേത്രം. എപ്പോഴും എനിക്ക് അതെനിക്ക് ഓർക്കുമ്പോൾ സഹിക്കില്ല. അതാണ് എന്നെ സരസപ്പൻ കലാലയം എന്ന് പറയുന്ന അതിൻ്റെ ആ നാടകത്തിൻ്റെ സംവിധായകൻ സരസപ്പൻ കലാലയായിരുന്നു. അതായത് എൻ്റെ പിതാവ് മരണപ്പെട്ടു എന്ന് വന്ന് പറഞ്ഞു. ആ വിവരം പറയാൻ വേണ്ടി നാടക ദിവസം ആ വിവരം പറയാൻ വേണ്ടി ഞാൻ നേരിട്ട് വീട്ടിലേക്ക് ചെന്നതാണ്. അതായത് അങ്ങയുടെ വീട്ടിലേക്ക്. വീട്ടിലോട്ട് വന്നപ്പോൾ നടന്നത് ഞാൻ പറയാതെ തന്നെ അങ്ങക്ക് പറയാം. എങ്കിലും എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെങ്കിലും ഞാൻ പറയണം. എന്നോട് പറഞ്ഞ് ശരി ഇരിയെന്ന് പറഞ്ഞ് എന്നെ അകത്ത് കട്ടിൽ, പുറത്തെങ്ങുമല്ല അകത്ത് കട്ടിൽ കൊണ്ടിരുത്തി. ഇതിന് നിനക്ക് കുടിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാനൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പുറത്ത് നിന്ന് കഥ വലിച്ചടയ്ക്കുന്നതിന് മാത്രം കണ്ടു. പക്ഷെ പിന്നീട് എന്നെ പുറത്തേക്ക് വിടുന്നില്ല. കഥ കൂട്ടി. എന്നിട്ട് പുറത്ത് നിന്നുകൊണ്ട് പറയുന്നു. എന്താ പറഞ്ഞതെന്നൊന്ന് ഓർത്ത് നോക്കിയേ. എന്താ പറഞ്ഞത്? സ്വന്തം മാതാവും പിതാവും മരിച്ചാലും നാടകം അഭിനയിക്കേണ്ടവനാണ് നാടകക്കാരൻ, അല്ലെങ്കിൽ കലാകാരൻ. അത് കഴിഞ്ഞ് നാടകം കഴിഞ്ഞ് നീ പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ അകത്ത് ഞാൻ ഉച്ചബേളമൊക്കെ ഉണ്ടാക്കി ലാസ്റ്റ് കഥ തുറന്നു വന്നു. അന്ന് സാമ്പത്തികമായിട്ട് ഇച്ചിരി മെച്ചമൊക്കെ ഉള്ളൊരു സമയമാണ്. കാരണമെന്ന് വെച്ചാൽ ഇന്ന് അമ്പലപ്പുഴ കടപ്പുറത്ത് പിന്നെ ബോട്ടിംഗ് ആങ്കറിങ് ഉണ്ട്, ഫിഷിംഗ് ബോട്ട് ആങ്കറിങ്. അതുമായി ബന്ധപ്പെട്ട് എൻ്റെ സഹോദരി ഭർത്താവിന് അവിടെ 10-50 പരം ബോട്ടുകളുടെ ആ ബോട്ടിൻ്റെ എല്ലാം ഏജൻറ്റ് പുള്ളിയാണ്. ആ കെയർ ഓഫിൽ ഞാനും സഹായിക്കാൻ സാമ്പത്തികമായി പൈസ വാങ്ങിക്കാനും അതിൻ്റെ ഡീസൽ അതിൻ്റെ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ബോട്ടുകാർക്ക് ബാറ്റ കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള സഹായിക്കുന്ന വരുമാനമുള്ള ഒരു സമയമായിരുന്നു. സഹോദരി ഭർത്താവ് എന്ന് പറയുന്നത് ഇബ്രാഹിം കുട്ടി. അതെ. അപ്പോൾ പൈസയൊക്കെ ഉള്ള സമയമായിരുന്നു. അതുകൊണ്ട് കാറ് പിടിച്ചതിന് ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വന്ന് നാടകത്തിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ വേറൊരു കാര്യം പറഞ്ഞല്ലോ, ബോട്ടുകാർക്ക് ഡീസൽ കൊടുക്കാനും ഒക്കെ സഹായിക്കുന്നു. സഹായമല്ല അത് എവിടെ ഏതെല്ലാം പാതിരാത്രിക്ക് കൊച്ചി മുതൽ കൊല്ലം വരെ ഡീസലിന് ഓടിയിട്ടുണ്ട് ടെമ്പോയിൽ. അല്ല അതിനിടയ്ക്ക് നാടകത്തിലൂടെ ഒരു കോമഡി ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ്? ഡീസൽ കൊടുക്കാൻ സമയമായി. അതായത് നാടകം കണ്ടവരിക്ക് വെളുപ്പിനെ 3 മണി, ഇന്നത്തെ കൂടല്ലേ, ഇന്ന് 10 മണിക്ക് നാടകം നിർത്തണ്ടേ. അന്ന് വെളുപ്പിനെ 3 മണി, 6 മണിയായാലും നാടകം തീരാത്ത ദിവസങ്ങളുണ്ട്. 3 നാടകം 4 നാടകമൊക്കെ ഒരേ സ്റ്റേജിൽ പലരും വന്ന് കളിച്ചിട്ട് പോകുന്നൊരു കാലഘട്ടം. അവിടെ സമയമാകുമ്പോൾ ഫ്രണ്ട് ഇരുന്നുകൊണ്ട് വിളിച്ചു പറയുന്നു. അന്ന് കുഞ്ഞുമോനെന്നാണ് അവിടെയൊക്കെ ഉള്ളൊരു കുഞ്ഞുമോനെന്നാണ് വിളിക്കുന്നത്. സലാമെന്ന് കലാരംഗത്തും ബാക്കി പൊതുരംഗത്തും ഒക്കെ അറിയെങ്കിലും അത് പരിസരവാദികളും അടുത്തറിയുന്നവരും കുഞ്ഞുമോനെന്ന് വിളിക്കും. കുഞ്ഞുമോനെ ബോട്ടുകാർ വന്നിരിക്കുന്നത് ഡീസൽ എടുത്ത് കൊടുക്കാൻ അങ്ങനെ വിളിച്ചു പറഞ്ഞൊരു കാലം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അല്ല അത് രസമുള്ളത്. ഒരു വലിയ കമ്പനി മാനേജരായിട്ട് ഷർട്ടും ഷൂ ഇൻ ചെയ്ത് ഇങ്ങനെ നിന്ന് ഷൈൻ ചെയ്ത് അഭിനയിക്കുകയാണ് മാനേജരായിട്ട്. അപ്പൊ ഈ മാനേജറായിട്ട് അഭിനയിച്ച് സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഓഡിയൻസിൽ നീ കമന്റ് വരുന്നത്. അപ്പോഴും ഈ മനസ്സിന് വല്ല ചാഞ്ചാട്ടം തോന്നി? ഒന്നും തോന്നിയില്ല. അഭിനയ രംഗത്ത് നമ്മൾ ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഫ്രണ്ടിൽ നടന്നാലും നമ്മൾ അറിയില്ല, മൈൻഡ് ചെയ്യില്ല. കൂവുന്നവരുണ്ട്, ചിരിക്കുന്നവരുണ്ട്, കൈയടിക്കുന്നവരുണ്ട്, ഇതെല്ലാം ഇല്ലേ. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും അവിടെയെല്ലാം നമ്മൾ അഭിനയ രംഗത്ത് തന്നെ ആയിരിക്കും.
അപ്പോൾ ഇത്രയേറെ ത്യാഗം സഹിച്ച് ഉറക്കമുളച്ച് നാടകത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു ആഗ്രഹം സഫലീകരിച്ച വ്യക്തിയാണ് താങ്കൾ. പിന്നീട് ഇപ്പോൾ ഈ സൂര്യക്ഷേത്ര അല്ലാതെ മറ്റു സമിതികളൊന്നും വിളിച്ചിട്ടില്ലേ? ഒരുപാട് സമിതികൾ വിളിച്ചു. തിരുവനന്തപുരം മുതൽ കോട്ടയം, കോഴിക്കോട് എന്ന് വേണ്ട പല സമിതികളും വിളിച്ചു. തുടർന്ന് അതിലേക്ക് പോകാൻ പറ്റാത്ത എന്ന് ചോദിച്ചാൽ ഇവിടെ വിട്ടു നിൽക്കാൻ കുടുംബമായിരുന്നു എനിക്ക് ഏറ്റവും വലുത്. കുടുംബത്തെ വിട്ടു നിൽക്കാൻ, പ്രത്യേകിച്ച് എൻ്റെ ജീവിതമാർഗം ഒരു ചെറിയ ബിസിനസ്സാണ്. ഞാൻ അഭിനയിക്കാൻ വേണ്ടി പോയാൽ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞാണ് ചിലപ്പോൾ തിരിച്ചു വരാൻ. തീർച്ചയായും. അതുകൊണ്ട് ഒരു കലാകാരൻ എന്ന രീതിയിൽ അതിനുവേണ്ടി പോയാൽ എൻ്റെ കുടുംബം മുന്നോട്ട് പോകില്ല. ബിസിനസ്, പ്രത്യേകം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ നല്ലൊരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നാടകത്തിൻ്റെ പുറകെ പോകാൻ, ഇതിൻ്റെ ഇടയ്ക്ക് പോയതിൻ്റെയൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. ഇത് അനുഭവം പലരെ ഏൽപ്പിച്ചിട്ട് പോയി, ലാസ്റ്റ് എല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സഹായിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഇന്ന് ഇപ്പം നേരെ നിൽക്കുന്നത്. എല്ലാം തികഞ്ഞവനല്ല, ഇപ്പോഴും കടങ്ങളുമുണ്ട്, കഷ്ടപ്പാടും എല്ലാം ഉണ്ട്. എങ്കിലും അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചില്ല. ഭാര്യ എവിടുത്തുകാരിയാണ്? കരുനാഗപ്പള്ളി. എന്താ പേര്? ലൈല. മക്കൾ? ഞങ്ങൾ 4 മക്കളാണ് എനിക്കുള്ളത്. മൂത്ത മകള് ഇന്ന് വിദേശത്താണ്. അവർ ഫാമിലിയായിട്ട് വിദേശത്ത് ഒരു BSc നേഴ്സാണ് ഒരു ഹോസ്പിറ്റലിൽ. അവിടെയാണ് താമസം. ഞാനും പോയിട്ടുണ്ട്. മക്കയിലാണ്, പരിശുദ്ധ മക്കയുടെ തൊട്ട് അടുത്ത്. മക്ക കാണാൻ പറ്റി? മക്കയും മദീനയും എല്ലാം കാണാൻ പറ്റി. മാസങ്ങളോളം. മക്കളൊരു കാരണക്കാരായി. അതെ, മക്കളിലൂടെയാണല്ലോ പലരും പല രംഗത്തും എത്തുക. മക്കളെന്ന് പറയുന്നത് നമ്മുടെ ജീവനല്ലേ. അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ മകൾ അതാണ്. രണ്ടാമതൊരു മകളുണ്ട്. അവൾ എക്സ്റേ ആയിരുന്നു, നമ്മുടെ ശങ്കേഴ്സിലെ ഒരു സ്റ്റാഫായിരുന്നു. വിവാഹം കഴിച്ചു വിട്ടു. പിന്നീട് തുടർന്ന് ജോലിക്ക് പോകണ്ട എന്നൊരു കുടുംബത്തിൽ തീരുമാനമുണ്ടായി. ഭർത്താവിൻ്റെ കുടുംബത്തിൽ അവിടെയുണ്ട് 2 കൊച്ചുമക്കൾ. മൂത്ത മകൾക്ക് 3 കൊച്ചുമക്കൾ, അങ്ങനെ 5 കൊച്ചുമക്കൾ അങ്ങനെയുണ്ട്. മൂന്നാമതൊരു മകൻ, എൻ്റെ മൂന്നാമത്തെ മകൻ സരസപ്പന് അറിയാവുന്നതല്ലേ എൻ്റെ മകനെ? പ്രേക്ഷകർ സരസപ്പന് അറിയാവുന്നത്. സരസപ്പൻ ചെറുപ്പം മുതലേ ഒരുപാട് കളിയാക്കുന്ന എൻ്റെ മകൻ. അവൻ ഡോക്ടറാണ്, ENT സർജൻ, കണ്ണൂർ മെഡിക്കൽ കോളേജിലാണുള്ളത്. അവൻ്റെ ഭാര്യയുണ്ട്, സൈക്കാട്രിസ്റ്റാണ്, അതേ കോളേജിൽ തന്നെയുണ്ട്. അവനുമുണ്ടൊരു കുഞ്ഞ്, ഇപ്പോൾ പ്രസവിച്ചിട്ട് 3 മാസമേ ആയുള്ളൂ. മിടുക്കനായ ഒരു കുട്ടി അവനുമുണ്ട്. അങ്ങനെ 6 കൊച്ചുമക്കൾ എനിക്കുണ്ട്. 4മതൊരു മകനുണ്ട്. ആ മകൻ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ 4 മക്കളാണ്. അതെ. അപ്പോൾ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇനിയിപ്പോൾ പിന്നെ മക്കളെ എല്ലാം എത്തിക്കേണ്ട ഓരോ നിലകളിൽ എത്തിച്ചു കഴിഞ്ഞു, കുടുംബം ഭദ്രമാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി തുടർന്ന് നാടകത്തിന് പൊതുവെ ഇങ്ങനെ നാടകമേ ജീവിതമെന്നും പറഞ്ഞിറങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ടോ? അല്ല, ഇപ്പോൾ സിനിമയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമയാണ്. ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒത്തിരി സിനിമകൾ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ചെയ്തത് സവാക്ക് ഓഫ് ഇന്ത്യ ഫിലിംസിൻ്റെ ഹെൽപ്പ് ലൈൻ എന്ന സിനിമയിലാണ്. അതിനകത്തൊരു SIയുടെ വേഷമാണ്. ഒരു ജനകീയ പോലീസ് സ്റ്റേഷനിലെ ഒരു SIയുടെ ഒരു രംഗമാണ്. ഈ SIയുടെ വേഷം താങ്കൾക്ക് വളരെയേറെ സൂട്ടബിളാകുന്ന ഒരു വേഷമാണ്. ഒട്ടനവധി നാടകങ്ങളിലും, ഞാൻ സംവിധാനം ചെയ്ത നാടകങ്ങളിലും SP ആയും SI ആയും ഒക്കെ വന്ന് വളരെയേറെ നല്ല അഭിപ്രായം വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ. തീർച്ചയായും. അപ്പോൾ ആ ഒരു SP എന്നുള്ളത് താങ്കളുടെ ഈ നാടക ജീവിതത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. SP അല്ലെങ്കിൽ SI എന്നുള്ള കഥാപാത്രം. അതാണോ ഈ സിനിമയിൽ ഈ വേഷം ചെയ്യാൻ ഒരു അവസരം ഒരുങ്ങിയത്? അല്ല. ഞാൻ ഒരുപാട് വേഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിൻ്റെ സംവിധായകൻ സെലക്ട് ചെയ്യുമ്പോൾ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. ഏതൊരു പരിപാടിക്ക് ചെല്ലുമ്പോഴും സംവിധായകൻ ഇന്ന വേഷം എന്നൊരു തീരുമാനം എടുക്കും. അത് ശരിയാണ്. നമുക്കതെനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നത് ഒരു കലയോടുള്ള അനീതിയാണ്. അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഏത് വേഷം തന്നാലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വക്കീലായിട്ട് ഞാൻ ചെയ്തിട്ടില്ലേ? വക്കീലായിട്ട് ചെയ്തിട്ടുണ്ട്. ഏത് വേഷം കിട്ടാനും ഞാൻ റെഡിയാണ്. അറിവിൽ വളരെ ശിശുവാണ്, എങ്കിലും ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കാറുണ്ട്.
ഹെൽപ്പ് ലൈൻ എന്നുള്ള സിനിമ ഇപ്പം തന്നെ എത്രയും പെട്ടെന്ന് കൂടി വന്നാൽ ഒരു മാസത്തിനകം പുറത്തു വരും. പുതിയ പടം ഹെൽപ്പ് ലൈൻ. ആശ്രമം ചെല്ലപ്പൻ സാറാണ്. അദ്ദേഹം ഇതിനു മുമ്പും സീസ എന്ന സിനിമ എടുത്തിട്ടുണ്ട്. ഒരുപാട് നാടകങ്ങളുടെ സംവിധാനം നടത്തിയിട്ടുണ്ട്. വയസ്സ് ഇപ്പോഴും അദ്ദേഹത്തിന് 80 വയസ്സ് കഴിഞ്ഞെങ്കിലും കലയോട് അത്ര ആത്മാർത്ഥതയുള്ള ഒരു കക്ഷിയാണ്. അല്ല, അദ്ദേഹത്തിന്റെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നാടകമായിരുന്നു സീസ. അതായത് അന്നത്തെ നാടകങ്ങളെന്ന് പറയുമ്പോൾ ഒരു മുതലാളി തൊഴിലാളി സംഘടന ഒക്കെ ആയിരുന്നെങ്കിൽ തന്നെയും അദ്ദേഹം കണ്ടുപിടിച്ച ഒരു പ്രമേയം, ഒരു പ്രത്യേക സമുദായം, ഇന്ന് അത് എടുത്തു പറയാൻ പറ്റില്ല. അല്ല, സമുദായം പറയുന്നത് എന്താ, നമ്മൾ നാടകത്തിലൊരു കഥാപാത്രത്തെ പറയുമ്പോൾ അതല്ല, ആ ഒരു പ്രത്യേക സമുദായം അനുഭവിക്കുന്ന ജീവിത രീതി ജനങ്ങളെ കാണിക്കുക. ക്ഷണിക്കാത്ത കല്യാണ വീട്ടിൽ ചെല്ലുക, അവര് ഉണ്ണുന്ന വാക്കി എച്ചിലില പെറുക്കുന്നതും, അങ്ങനെ ആകെ തകർന്ന ഒരു വിഭാഗം, ഒരു സമൂഹത്തെ എടുത്തു കാട്ടിയൊരു നാടകമാണ്. 3000-ൽ പരം സ്റ്റേജുകൾ കയറി ഇറങ്ങി. അത് 3 വർഷം അഭിനയിച്ചിട്ടുണ്ട്. 3 സീസണിൽ അഭിനയിച്ചിട്ടുണ്ട്. 3 സീസണിൽ. അതാ ഞാനത് ആ 3 നാടകവും വിവിധ കഥാപാത്രങ്ങൾ ചെയ്തത്, വിവിധ വ്യക്തികൾ ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കാണാൻ ഭാഗ്യമുണ്ടായ ആളാണ് ഞാൻ. അപ്പൊ അത് സിനിമയായി അല്ലേ? സിനിമയായി. അപ്പോൾ ഉടനെ റിലീസ് ആകുമോ? അത് അല്ല, അത് സിനിമ ഇതിനു മുമ്പ് ആയതാണ്. അപ്പൊ ഇനി അടുത്ത ഈ പ്രോജക്റ്റ് വല്ലതും വന്നിട്ടുണ്ടോ സിനിമ? അടുത്തത് ഉടനെ തന്നെ ഉണ്ടായിരിക്കും. അടുത്ത സിനിമ ഉണ്ടായിരിക്കും. ഈ സിനിമയുടെ റിലീസ് കഴിഞ്ഞിട്ട് വേണം എന്നുള്ളതിനാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള തോട്ടപ്പള്ളി സുഭാഷ് ബാബുവിൻ്റെ മനോഹരമായ ഗാനങ്ങൾ ഇതിനകത്ത്. അത് മാത്രമല്ല, ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളും എനിക്ക് കയ്യിലാണ്. അങ്ങനെ ഒരു സംവിധാനം കൂടിയുണ്ട് ആ സിനിമയിലെ. അല്ല, അത് പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ തലവേദന പിടിച്ചൊരു ജോലിയാണ്. കാരണം ആര് എവിടെ പോകുന്നു, ഇപ്പൊ ഒരു കഥാപാത്രത്തെ അഭിനയിക്കേണ്ട നടൻ വന്നില്ല, ഉടനെ സംവിധാനം ഇങ്ങനെ ടെൻഷൻ അടിച്ച് തിരിഞ്ഞു നോക്കും, എന്താ സലാമേ അയാളെവിടെ, അതിന് മറുപടി പറഞ്ഞില്ലേ? മറുപടി പറയണം. ഉടനെ ഫോണുമായിട്ട് അങ്ങോട്ട് കൂടി, ഹലോ നിങ്ങൾ എവിടെയാണോ, അങ്ങോട്ട് ഇങ്ങോട്ട്, അങ്ങനെയുള്ള അതുപോലെ ഇവിടെ എത്തേണ്ട മറ്റ് സാധനങ്ങൾ എത്തിക്കണം. പിന്നെ ലൊക്കേഷൻ എന്തെല്ലാം ആവശ്യം ഉണ്ടെങ്കിലും അതെല്ലാം അവിടെ എത്തണം. അപ്പൊ ഇതിനിടയ്ക്ക് അഭിനയവും വേണം. അപ്പൊ അങ്ങനെ അഭിനയം അതിനകത്ത് വലുതായിട്ടില്ല, ചെറിയൊരു വേഷമാണ്. അപ്പൊ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് വലിയൊരു തലവേദന. സിനിമാ രംഗത്ത് ഏറ്റവും വലിയ, സിനിമാ രംഗത്ത് മാത്രമല്ല സീരിയൽ രംഗത്തായാലും ഒരു ഷോർട്ട് ഫിലിമിലാണെങ്കിൽ പോലും ഏറ്റവും വലിയ തലവേദന പിടിച്ചൊരു ജോലിയാണ് പ്രൊഡക്ഷൻ കൺട്രോൾ. അവരെയൊക്കെ സംവിധായകൻ ചീത്ത വിളിക്കുന്നത് തിരുവനന്തപുരത്ത് വിവിധ സെറ്റുകൾ വെച്ച് കേട്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഇതിപ്പോ ഇത് കുഞ്ഞുമോനറിയാം, കുഞ്ഞുമോനല്ല സലാബിനറിയാം. പക്ഷെ പ്രേക്ഷകരൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഞാനൊന്ന് ഊന്നി പറഞ്ഞത്. കാരണം സിനിമ എന്ന് പറയുന്നത് കാണുമ്പോൾ വളരെ രസമാണെങ്കിലും അതിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ കഥയാണത്. സത്യം പറഞ്ഞാൽ അത് തന്നെ ഒരു സിനിമയായി തന്നെ കാണിക്കണം എന്ന ആഗ്രഹം എനിക്കുണ്ട്. ഈ സിനിമ എങ്ങനെയാണ്, അത് ഇതിന് നേരത്തെ ഒരു സിനിമ വന്നായിരുന്നല്ലോ, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ദിലീപ് ഒക്കെ എല്ലാം കൂടെ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ അതിന് പേര് ഞാൻ ഓർക്കുന്നില്ല. ഒരു സിനിമ ഉണ്ടായിരുന്നു, ഒരു ഷൂട്ടിങ്ങിന് പോകുന്നതിനും ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ ആയിട്ടൊരു സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും അതവിടെ നിൽക്കട്ടെ, അതിപ്പോൾ എനിക്കും അറിയത്തില്ല. നമുക്കിപ്പോൾ ഇനി ഈ സിനിമയുമായിട്ട് മുന്നോട്ട് പോകാനാണോ താല്പര്യം, നാടകമായിട്ട് മുന്നോട്ട് പോകാനാണോ താല്പര്യം? അങ്ങനെ ഉറപ്പൊന്നുമില്ല. ഏത് വേഷം ഇപ്പം തന്നെ നാളെ ഒരു ഇതിന് വിളിച്ചിട്ടുണ്ട് പൂജയ്ക്ക്, പക്ഷേ പോകാനുള്ള സമയമില്ല. നാളെ വേറൊരു പരിപാടി വെച്ചിട്ടുണ്ട്. നാളെ ഈ സിനിമയെപ്പറ്റി, അതായത് ഇപ്പോൾ ഹെൽപ്പ് ലൈൻ എന്നുള്ള സിനിമയെപ്പറ്റി ഞങ്ങൾ ഒരു അവസാന ചർച്ച നടത്താൻ വേണ്ടി നാളെ സമയമെടുത്തിരിക്കുകയാണ്. അത് കാരണം അല്ലെ കോട്ടയത്ത് പോകാനായിട്ടിരുന്നതാണ്. ഇനിയിപ്പോൾ ഇത്രയും കാര്യങ്ങൾ താങ്കളെക്കുറിച്ച് പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞു. താങ്കളുടെ ജീവിത രീതി, താങ്കളുടെ കുടുംബം, താങ്കളുടെ കലാമേഖലയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാത്തെയും കുറിച്ച് അറിഞ്ഞു. ഇനി ഒരു അഭിപ്രായം ഞാൻ ചോദിക്കുകയാണ്. ഇന്ന് കലാകാരൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ യാതനയാണ് ഈ സ്റ്റേജ് പ്രോഗ്രാം 10 മണി വരെ ആകാവൂ എന്നുള്ളത്. അതുമൂലം ഒരുപാട്, കാരണം 2 നാടകം കളിക്കാൻ പറ്റാതെ വരിക. ചിലപ്പോൾ ഈ അടുത്ത കാലത്ത് അറവാട് ക്ഷേത്രത്തിൽ മനോഹരമായൊരു നാടകം നടന്നുകൊണ്ടിരിക്കുന്നു. ജനം നാടകത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നു. അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് രംഗമാകുമ്പോൾ പോലീസ് വരുന്നു, മൈക്ക് ഓഫ് ചെയ്യുന്നു, പരിപാടികൾ നിർത്തിവെക്കുന്നു. ഓഡിയൻസ് എല്ലാം പ്രതികരിച്ചു. പക്ഷെ അവർ പ്രതികരിച്ചിട്ട് കാര്യമില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകണം. എന്നാലും ജനം പരമാവധി പോലീസുകാരുമായിട്ട് പ്രതികരിക്കുകയും ഉന്തും തള്ളുകയും ഒക്കെ ഉണ്ടായി. അതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും കോടതി വിധിയാണെങ്കിൽ അതിൻ്റെ മുകളിൽ വേറെ കോടതിയുണ്ട്.
സുപ്രീം കോടതിയിൽ പോകണം. സർക്കാരിൽ പല പ്രാവശ്യം ഞങ്ങൾ മെമ്മോറാണ്ടം കൊടുത്തു കഴിഞ്ഞാൽ, അതായത് സവാക്ക് ഓഫ് ഇന്ത്യയുടെ കെയർ ഓഫിൽ പല പ്രാവശ്യം മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാം കൊടുത്തു. അതിന് മറുപടിയായി സർക്കാർ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കാരണം എടുക്കണം, വേണം. അവർ കോടതി അതിന് കക്ഷി ചേരാൻ ഞങ്ങൾ തയ്യാറാണ്. കക്ഷി ചേരാൻ തയ്യാറായി സുപ്രീം കോടതിയിൽ പോകണം, അപ്പീൽ കൊടുക്കണം. ഇതിനെതിരെ ഒരു അപ്പീൽ കൊടുത്തിട്ട് എന്തായാലും അവിടെ ഒരു അന്തിമ വിധി അവിടെ ഉണ്ടാകട്ടെ. എത്രയോ കലാകാരന്മാരുടെ ജീവിത പ്രശ്നമാണിത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഫോക്കസ് അമ്പലപ്പുഴയുടെ എല്ലാ വർഷവും നവരാത്രി മഹോത്സവം ഈ വർഷവും ഇപ്പോൾ തുടക്കം കുറിച്ചു. അവിടെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി അവിടെ ഒരു ഉദ്ഘാടനത്തിന് വന്നിരുന്നു. പ്രസാദ്, കൃഷി വകുപ്പ് മന്ത്രി. അദ്ദേഹം ഇറങ്ങിപ്പോകുന്നവരെ അവർ സഹിച്ചു. ഗാനമേള നടന്നുകൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹം ഇറങ്ങി അങ്ങോട്ട് മാറിയപ്പോൾ പോലീസ് വന്നിട്ട് പറഞ്ഞു ഓഫ് ചെയ്യാൻ പറഞ്ഞു. പ്രതികരിക്കേണ്ട കാര്യമില്ല, പ്രതികരിച്ചിട്ട് കാര്യമില്ല. നിയമമല്ലേ, നിയമത്തിൻ്റെ വഴിയിലൂടെ പോകട്ടെ. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കലാകാരന്മാർ അവർക്കൊരിക്കലും പല വീടുകളിലേക്ക് ഇറങ്ങി നമുക്ക് സങ്കടം തോന്നാറുണ്ട്. ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്ന കഷ്ടപ്പാടുകൾ. കാരണം മറ്റൊരു ജോലിക്കും പോകില്ല. എന്നാന്ന് വെച്ചാൽ ഞാൻ പല ജോലിക്കും ചെയ്യുന്നു, ഏത് മേഖലയിലും ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുന്നു. എന്നാൽ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ കലാകാരന്മാരുണ്ട്. അവരുടെ ജീവിതമായി അടുത്ത് നോക്കുമ്പോൾ സൗന്ദര്യമോ വേഷമൊന്നും അല്ല, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവരുടെ വേദന അറിയണമെങ്കിൽ കരഞ്ഞു പോകും, സങ്കടം വരും നമുക്ക്. ഇപ്പോൾ സർക്കാർ പ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇത് കാണുന്നുണ്ടല്ലോ. നിങ്ങളൊന്നും മനസ്സിലാകുക ബഹുമാനപ്പെട്ടവരെ, കലാകാരൻ ജീവിക്കാൻ വേണ്ടി ഉറക്ക വിളച്ചാണ് ജീവിക്കുന്നത്, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി. പക്ഷേ ദയവ് ചെയ്ത് ഈ കലാകാരന്മാരോട് നിങ്ങളിങ്ങനെ ക്രൂരമായി പെരുമാറുന്നത് അല്പം അയവ് വരുത്തണം. കോടതി വിധിയാണ്, നിങ്ങൾ നിസ്സഹായരാണ്. എങ്കിലും ഒരു അരമണിക്കൂർ 10 മിനിറ്റൊക്കെ ഒരു പരിപാടി അവസാനിക്കാൻ ഇരിക്കെ ഒരല്പം ഒരു അയവ് വരുത്തി ഈ കലാകാരന്മാരെ സഹായിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് ശ്രോതാക്കളോട് പ്രേക്ഷകരോട് താങ്കൾക്ക് പറയാൻ? എന്നെ ഇത്രയും നാൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല രംഗത്തും, കാരണം ഒരു മനുഷ്യൻ പോലും എൻ്റെ ഇത്രയും നാളത്തെ ജീവിതാനുഭവത്തിൽ ഒരാൾ പോലും ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല. ആ ഒരു സ്നേഹം നിലനിർത്തി ഞാൻ ഇനി തുടർന്നുള്ള ജീവിതവും ആഗ്രഹിക്കുന്നു. എല്ലാ ജനങ്ങൾക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങൾ പരസ്പര സ്നേഹത്തോടെ ജാതിമത ഭേദമന്യേ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ജീവകാരുണ്യ മേഖലയിൽ ചെറുപ്പം മുതലേ ഞാൻ മുൻപന്തിയിലാണ്. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള എൻ്റെ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. അതെല്ലാം മുൻനിർത്തി എൻ്റെ ഈ സൗണ്ട് കേൾക്കുന്ന അല്ലെ എന്നെ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി മുൻപന്തിൽ ഇറങ്ങണം. പരസ്പര സഹായം, കഷ്ടപ്പെടുന്നവനെ സഹായിക്കാൻ നിങ്ങളും എന്നോടൊപ്പം കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.